ഇത് ഡാഡിയുടെ പഴയ ബുക്സ് ആണ്. അപ്പന്റെ അലമാരയിൽ ഇരുന്നതാ. ശരിയാ ചിക്കു, കണ്ണം പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത് ഡാഡിയുടെ ചെറുപ്പകാലത്തിലെ പുസ്തകങ്ങളാണ്. ഇത് നിങ്ങളുടെ അപ്പൂപ്പൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഭദ്രമായി അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. പിന്നൊരു കാര്യം, ഇത് വെറും പുസ്തകങ്ങളല്ല കേട്ടോ, ഇത് അറിവിന്റെ ഭണ്ഡാരങ്ങളാണ്. അന്ന് ഡാഡിയുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഐപാഡോ ടാബ്ലറ്റോ കമ്പ്യൂട്ടർ ഗെയിംസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ചങ്ങാതിമാരെന്ന് പറയുന്നത് ഈ പറയുന്ന പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൂടെയാണ് ഡാഡിയും ഡാഡിയുടെ തലമുറയും അതിന് മുന്നും പിന്നിലുള്ള തലമുറയും ഈ ലോകത്തിനെ അറിഞ്ഞത്. ലോകത്തിലേക്കുള്ള വിജ്ഞാനത്തിന്റെ ഒരു വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തന്നത് ഈ പുസ്തകങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം, അന്നത്തെ കാലത്ത് ഡാഡിക്കും കൂട്ടുകാർക്കും ഏറ്റവും ഇഷ്ടം കഥാപുസ്തകങ്ങളായിരുന്നു. കോമിക്സുകൾ, കാർട്ടൂണുകൾ, അങ്ങനെയുള്ള കഥാപുസ്തകങ്ങൾ. ഈ കഥാപുസ്തകങ്ങളിലെ നായകന്മാരായിരുന്ന കവീഷും മായാവിയും ഡിങ്കനും മക്കുവും ജംബോയും ബോബനും മോളിയും ഫാൻഡവും ലോതറും സ്പൈഡർമാനും സൂപ്പർമാനും ഒക്കെ ആയിരുന്നു ഡാഡിയുടെയും ഡാഡിയുടെ കൂടെയുള്ള കൂട്ടുകാരുടെയും ഉറ്റ ചങ്ങാതിമാർ. ഇവരിലൂടെയാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഡാഡിയും കൂട്ടുകാരും അറിഞ്ഞുകൊണ്ടിരുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഓരോ പുസ്തകവും ഞാൻ പരിചയപ്പെടുത്തി തരാം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം.